എത്രമാത്രം ജിഷ്ണകത്ത് ഒരു തന്ത വൈബ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഈ റൗണ്ടിന്റെ ഉദ്ദേശം. തന്ത വൈബോ? അതെ, തന്ത വൈബ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുട്ടികളുണ്ട്, ജെൻസി കുട്ടികൾ. ഞാൻ തന്ത വൈബല്ല, ഞാൻ വൈബ് തന്തയാണ്. അപ്പൊ ഞാൻ കുറച്ച് റിലേഷൻഷിപ്പ് ടേംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്തോ പറഞ്ഞതിന്റെ ഇടയിലാണ് സിറ്റുവേഷൻഷിപ്പ് ആണോ? അല്ല, ഞാൻ കുറച്ച് ടേംസ് പറയാം. ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ ബന്ധങ്ങളിൽ ഉപയോഗിക്കുന്ന, റിലേഷൻഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. ഇതുമായിട്ട് ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ, ഇതിനെപ്പറ്റി അറിയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിന്റെ പേര് ബ്രെഡ് ക്രംബ്ലിംഗ് എന്നാണ്. വായിലിപ്പോലും കൊള്ളൂല. ബ്രെഡ് ക്രംബ്ലിംഗ് അറിയില്ല, മനസ്സിലായില്ല. അത് ബ്രെഡ് ക്രംബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിന്റെ ക്രംബിൾ ഉണ്ടല്ലോ, അരിക, അതൊരു ടേം ആണ്, അതായത് ജെൻസി ടേം ആണ്. ബ്രെഡ് ക്രംബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടും പൊടിയൊക്കെ ഇട്ടിട്ട് പോവുക. അതായത് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ 2 കൈ, 2 കോഫി കപ്പ്, അല്ലെങ്കിൽ ഒരു മറ്റേ ഷർട്ടിന്റെ ഇവിടെ ആംസിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, ആരുടെയും മുഖം വ്യക്തമാക്കാത്ത, അതെ, പൊട്ടും പൊടിയില്ലാത്തവരാണ്. ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഇതിലുണ്ടേ ഞാൻ മെസ്സേജൊക്കെ വന്ന് ഞാൻ മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലായിരിക്കണം. നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ മുഖം ഉണ്ടായിരിക്കണം, നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതാണ് ജെന്യുവിനിറ്റി, അല്ലേ? എൻ്റെ മുഖവും ഇത് ഞാനാണ്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇത് എൻ്റെ ഫേസ്ബുക്കാണ്, ഇത് ഞാനാണ്, എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളാണ്, ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നുള്ള ഇതാണല്ലോ അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ അത് അങ്ങനെയുള്ള വിശ്വസിക്കുന്നിടത്താണ് എൻ്റെ ഫേസ്. എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഹായ് ചേട്ടാ സുഖാണോ ചോദിച്ചിട്ടിങ്ങനെ വരും. ഞാൻ നോക്കും, പ്രൊഫൈൽ നോക്കുമ്പോൾ ഇത് പറഞ്ഞ പോലെ ഒന്നുമില്ല, പൂച്ചേൻ്റെ ഇത്, അല്ലെങ്കിൽ മറ്റേ താമരപ്പൂ, പൂമ്പാറ്റ, ഇത് വെച്ചിട്ട് അയക്കുന്ന എനിക്ക് പോട്ട് വാട്സപ്പിൽ പോലും സ്വന്തം പ്രൊഫൈൽ പിക്ചർ ഇടാത്തവരുണ്ടെന്നേ. എനിക്കിഷ്ടമല്ല അത്. അപ്പോൾ തന്നെ നമ്മൾ അവരെ അളക്കും. സ്വന്തം മുഖം പോലും കാണിക്കാൻ മടിയില്ല ഇയാൾ, എന്തോ സംതിങ് ഹൈഡിങ് അല്ലേ? അവിടെ ചിന്താഗതിയിലൊരു ഹൈഡിങ് ഉള്ളതുകൊണ്ടല്ലേ അവരത് കാണിക്കാത്തത്. അല്ലെങ്കിൽ സമൂഹത്തെ പേടിച്ചിട്ട്. ഇങ്ങനെയൊന്നും പേടിക്കാത്തവർ ചാറ്റ് ചെയ്താൽ മതിയടോ, ഇങ്ങനെയൊന്നും പേടിക്കാത്തവർ യൂസ് ചെയ്താൽ മതിയെന്നേ ഈ പുല്ല്. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, തുരുതുര ഫോട്ടോ ഇടുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, ഇതിൽ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്, ഹേറ്റേഴ്സ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇടയ്ക്ക് ഓരോരുത്തർക്ക് കൊടുക്കുന്ന കൊട്ടാണ്. അത് നോക്കിയപ്പോൾ ഒരു ക്യാപ്ഷൻ കിടക്കുന്നത്, അതിലെന്താ ബിസിനസ് എന്ന് പറഞ്ഞത്, അതിൽ ഹേറ്റേഴ്സ് ആ വേർഡ് എൻ്റെയാണ്. നൺ ഓഫ് യുവർ ബിസിനസ് കൊടുക്കണ്ടേ? പിന്നെ ഉള്ളത് നമ്മൾ പറയണം മുഖത്ത് നോക്കിയിട്ട്. നിന്റെ പണിയുടെ എന്ത് പുല്ലുകട, അവരവൻ്റെ പണി നോക്കിയാൽ പോരെ, ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞ് നടക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ അടുത്ത ടേമിലേക്ക് പോവാണേ. അടുത്ത ടേമിൻ്റെ പേര് ബെഞ്ചിങ്. BENCHING, ബെഞ്ചിങ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും അത്? ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിട്ടുണ്ടോ എന്നും കൂടി എന്നോട് പറയണേ. ബെഞ്ചിങ് എന്താ റിലേറ്റഡ് ടു ലവ് ആൻഡ് റിലേഷൻഷിപ്പ്? ലവ് ആൻഡ് ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് റൊമാൻസ് ആക്കുന്ന. ഓ, നല്ലവരായിട്ട് ചിന്തിക്കുക, മോശമായിട്ട് ചിന്തിക്കുക. എന്തായിരിക്കും ബെഞ്ചിൽ ഇരുന്നിട്ട്? അതൊന്നല്ല, ആ മോശമായിട്ടോ. ഓ അല്ല, ബെഞ്ചിങ് മനസ്സിലായില്ലേ? ഇച്ചിരി ഇച്ചിരി പാടാണോ നമുക്ക്? കത്തി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ സൈഡിൽ ഒരു പലക ഇട്ട് വെച്ച് പോകുന്നതിനാണ് ബെഞ്ചിങ്. ഇതിന്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു, അവിഹിതം അല്ലേ? ഇതന്നെ ഞാൻ പറഞ്ഞത്. അതാണ് അവിഹിതം, അത് ബെഞ്ചിങ് അല്ലേ? വേറൊരു കാര്യം കൂടി പറയാട്ടോ, അതിൽ എല്ലാവരും ഞാൻ 2 വശങ്ങളും കൂടിയുണ്ട്. 2-3 വശങ്ങളായിട്ട് പോകും. നമ്മളിപ്പോൾ ഒരാളുടെ ആയിട്ട് റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇയാൾ വേറൊരാളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകും. ഒന്നുകിൽ ആ പാർട്ട്ണറിൽ അവർ തൃപ്തരായിരിക്കില്ല, അല്ലേ? അത് ആണായാലും പെണ്ണായാലും, പെൺകുട്ടിയായാലും വേറെ റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടാവും, ആണുങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടാവും, ഇല്ലേ? അത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം. ഇയാളിൽ ആ ആണ് തൃപ്തികരമായിരിക്കില്ല, അല്ലെങ്കിൽ ഈ ആണിൽ ഈ പെണ്ണ് തൃപ്തികരമായിരിക്കില്ല. എല്ലാവർക്കും
ഫിസിക്കൽ നീഡ് ഉണ്ട്. എല്ലാവരും പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള വാക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഈ പറഞ്ഞ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരുണ്ടാവും യൂട്യൂബിൽ, ഇല്ലേ? ഇത് നമ്മുടെ ആ ഒരു തലമുറ ശബ്ദം കുറയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊരു ബാഡ് വേർഡല്ല, അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും നീഡ്സ് ഉണ്ടാവും, അവരുടെ ബോഡി നീഡ്സാണ് ഇതൊക്കെ എന്ന് പറയുന്നത്, ശാരീരിക ആവശ്യങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. പക്ഷെ അല്ലാതെ പോയിട്ട് കുന്തളിക്കാൻ വേണ്ടി പോകുന്നതിനോട് താല്പര്യമില്ല. 100% ആത്മാർത്ഥതയോടാണ്. അതങ്ങനെ ആത്മാർത്ഥമായിട്ടുണ്ടാകണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, അടുത്ത ടേം ഗോസ്റ്റിംഗ്. ഗോസ്റ്റും ഇങ്ങും ഗോസ്റ്റിംഗ് ING ഗോസ്റ്റിംഗ് എന്താണ് പറ, ആലോചിച്ച് നോക്കിയോ? ഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ അതും ഈ റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പുതിയ ടേമാ. അതല്ല ചോദിച്ചാൽ തന്തവൈബ് നല്ല അളവിലുണ്ട്, ഇപ്പൊ 2 അറിയില്ല. അയ്യോ സോറിടാ, അത് നീ പറഞ്ഞ നിനക്ക് എന്നപ്പോ ഇന്റർവ്യൂവിന് ഏറ്റവും വരെ പറഞ്ഞു വരുന്നത് ചേട്ടാ, ഞാൻ ഒന്ന് നോക്കി വെച്ചിട്ട് വരുമായിരുന്നല്ല. ഗോസ്റ്റിംഗ് എന്നുവെച്ചാൽ ചേട്ടാ എനിക്ക് മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സത്യമായിട്ടും ഞാൻ കുറച്ച് ആക്സെപ്റ്റ് ചെയ്ത് തന്തവൈബായി. ആദ്യം ഇവള് കാരണമാണ്, ഇവള് പിന്നെ എല്ലാം പഴയ കാലഘട്ടം പറഞ്ഞത് ശരിയാണ്, പറയുന്നത് ശരിയാണ്. പെട്ടെന്ന് കളഞ്ഞിട്ട് പോവാ, നമ്മളിങ്ങനെ നല്ല ബന്ധത്തിലിരിക്കും, പെട്ടെന്ന് കാണാണ്ടാവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഷോർട്ട് ടേം റിലേഷൻഷിപ്പിനല്ലേ അതൊക്കെ പറയുന്നത്. ലൈക്ക് ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അന്നേരം കാണും, അപ്പം കാണുന്ന റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു ഉത്സവപ്പറമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ പോകുമ്പോൾ, ഉത്സവപ്പറമ്പിൽ പോയിട്ട് നമ്മൾ നാടകം പോയിട്ടുണ്ടോ ഒരു ടൈമിൽ നാടകം കാണാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു, അവിടെ നിലത്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കാണുന്ന, അല്ലെങ്കിൽ നിലത്തിരുന്ന് കാണും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണിങ്ങനെ ഇരിക്കുന്നത് നോക്കി, അപ്പോൾ ആ പെണ്ണ് ഒന്ന് നോക്കി കണ്ട്, അതാ നാടകം കഴിയുമ്പോഴൊക്കെ കഴിഞ്ഞ്. അതൊരു പ്രണയമാണ്, ഒരു നേരത്തെ പറഞ്ഞ പ്രണയമാണ്. കണ്ട് നോക്കിയിട്ട് അങ്ങ് പോയി. അതൊന്ന് ഉണ്ട്. പിന്നെ ഈ ട്രെയിനിലൊക്കെ നമ്മൾ പോകുമ്പം കാണുമല്ലേ, അവിടെ നോക്കുമ്പം അവിടെ ഒരു പെണ്ണിരിക്കുന്നത്, അത് നോക്കി അങ്ങോട്ട് കൊണ്ട് നോക്കി, ആ ട്രെയിൻ യാത്രയിൽ കഴിഞ്ഞത് കണ്ട് പോയി. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഗോസ്റ്റിംഗ്, അത് ഉണ്ടായിട്ടുണ്ട്. സ്വയം ചെയ്തിട്ടുണ്ടോ? പെട്ടെന്നൊരു ബന്ധത്തിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകേണ്ട വന്നിട്ടുണ്ടോ? ഇത് ശരിയാവില്ല, അല്ലെങ്കിൽ പൊന്നെ എന്നെ കൊണ്ട് പോകുന്നു തോന്നിയിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്, ഓടിത്തള്ളി ആടോ.